everyone, welcome to Aesthetic Madhu. ഫാറ്റ് ലോസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് എങ്ങനെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഫ്യൂവൽ ആണ് ഫുഡ്. ഈ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് കലോറി അല്ലെങ്കിൽ എനർജി കിട്ടുന്നത്. ഫുഡിലെ കലോറി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ബോഡിയിലെ എല്ലാ യൂസും കഴിഞ്ഞ് ബാക്കി വരുന്ന എക്സ്ട്രാ എനർജിയാണ് ഫാറ്റിന്റെ രൂപത്തിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത്രയാണെന്ന് വിചാരിക്കുക, അതേപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഇത്ര. അപ്പം ഈ ലെവൽ ഈക്വൽ ആണെങ്കിൽ നിങ്ങളുടെ ബോഡി സെയിം വെയിറ്റിലായിരിക്കും പോകുന്നത്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയെക്കാളും കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയെക്കാളും കുറവായിരിക്കണം. അതായത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട അളവിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ശരീരത്തിൽ എത്ര കലോറി വേണമെന്ന് മനസ്സിലാക്കണം. അതാണ് മെയിൻ്റനൻസ് കലോറി. അതായത് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കലോറി. തടിക്കാനുമല്ല മെലിയാനുമല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയില്ല. കറന്റ് നമ്മുടെ ലോകത്ത് ഒരുപാട് ഡയറ്റ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ഡയറ്റ്, കീറ്റോ ഡയറ്റ് ഓർ അറ്റ്കിൻസ്. എല്ലാ ഡയറ്റിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കലോറി റെസ്ട്രിക്ഷൻ ഡയറ്റ് ആണ്. ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ക്യാഷ് സ്പെൻഡ് ചെയ്ത് ഒരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾ ഇതുവരെ കഴിച്ച ഫുഡ് അല്ല, ഒരു പുതിയ ഫുഡ് കഴിക്കണോ അതോ ഒരു കാലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യണോ? And personally saying, for me diet is something like you can enjoy, which is healthy and you can follow for a long time. So first step measuring body fat. ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ആക്കുന്നതിന് മുന്നേ നമ്മുടെ ടാർഗറ്റ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എത്രയാ കുറയ്ക്കേണ്ടതെന്ന് മനസ്സിലാവൂ. ഇതിനു വേണ്ടി നിങ്ങളുടെ നെക്ക്, വേസ്റ്റ് ആൻഡ് ഹിപ്പ് മെഷർമെന്റ്സ് എടുത്തിട്ട് ഈ സൈഡിൽ അടിച്ചു കൊടുക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ കാണുന്ന ലീൻ ബോഡി മാസ്, അതായത് ഫാറ്റ് ഫ്രീ മാസ്, FFM, അതാണ് എന്റെ ടാർഗറ്റ്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് മസിൽ വെയിറ്റ്, ബോൺ വെയിറ്റ് ഒക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 7 കിലോന്റെ അടുത്ത് കുറച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഫാറ്റ് ഫ്രീ ആവും, ഞാൻ കംപ്ലീറ്റ്ലി ഷ്രെഡ് ആവും. സോ നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് നമുക്ക് മനസ്സിലായി. ഒരു മെഷറിംഗ് ടേപ്പിൽ അത്ര വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ കാണുന്ന ഫോട്ടോയിൽ നിന്ന് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെന്റേജ് നോക്കി അത് ഇൻറ്റു ബോഡി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ്, കാൽക്കുലേറ്റിംഗ് മെയിൻ്റനൻസ് കർവ്. ഞാൻ നേരത്തെ പറഞ്ഞ ബാരിയർ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി എത്രയാണെന്ന് കിട്ടും. സപ്പോസ് നിങ്ങൾ നാളെ ജിമ്മ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആക്ടിവിറ്റി ലെവലാണ് കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ BMR, ബേസിക് മെറ്റബോളിക് റേറ്റ്. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു കാരണവശാലും ഈ റേഞ്ചിൽ നിന്ന് കുറവ് ഭക്ഷണം കഴിച്ചുകൂടാ. ഇത് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് മീൻസ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ, നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ, നമ്മുടെ റെസ്പിറേഷൻ ഒക്കെ വേണ്ട എനർജി. സോ ഡോണ്ട് റെഡ്യൂസ് യുവർ കലോറി മോർ ദാൻ യുവർ BMR. ഡയറ്റ് ചെയ്യുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്സ്. ഫസ്റ്റ് വൺ, അവരവരുടെ ലൈഫിൽ കഴിക്കാത്ത ഭക്ഷണമായിരിക്കും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ കഴിക്കുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ 2000 മെയിൻ്റനൻസ് കലോറി ഉള്ള ഒരാള് ആദ്യം കഴിച്ചു തുടങ്ങുന്നത് 1000 കലോറി വേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 100% നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവും. പക്ഷെ ലോസ് ആവുന്നത് നിങ്ങളുടെ ഫാറ്റ് ഫ്രീ മാസ് ആണ്, അതായത് ബോൺ ഡെൻസിറ്റി ആൻഡ് മസിൽ മാസ്. 2014 ആർട്ടിക്കിളിൽ ഇതേ കാര്യമാണ് പറയുന്നത്. ഒരു മാസീവ് കലോറി ഡെഫിസിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബോൺ ഡെൻസിറ്റി ലോസ് ആൻഡ് മസിൽ ലോസ് ഉണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് ഒരു 200 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തേർഡ് വൺ, കഴിക്കേണ്ട മാക്രോസ്. ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് 2500 കലോറി ഉള്ള ഒരു ആവറേജ് മാനെയാണ്. സോ ആദ്യം 200 ഡെഫിസിറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2300. നിങ്ങൾക്ക് 3 നേരം അരി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ ടാർഗറ്റ് ഫില്ല് ചെയ്യാം. അതേപോലെ 3 നേരം ചിക്കനും പ്രോട്ടീനും കഴിച്ച് നിങ്ങൾക്ക് ഈ ടാർഗറ്റ് ഫില്ല് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസിന് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഫില്ല് ആവൂ. അതായത് 3 നേരം അരി ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ഫുഡിലുള്ളത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ 3 നേരം ചിക്കനും ഫിഷും കഴിക്കുന്ന ഒരാളുടെ ഡയറ്റിൽ കൂടുതലുള്ളത് പ്രോട്ടീൻ ആണ്. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ആൻഡ് ആക്ടിവിറ്റി ലെവൽ ഡിമാൻഡ് ചെയ്യുന്നത്ര കാർബ്സ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് കഴിക്കുന്നതാണ്. ആദ്യം നമുക്ക് 2300 മെയിൻ്റനൻസ് കലോറി ഉള്ള ഒരാളുടെ പ്രോട്ടീൻ അളവ് എത്രയാണെന്ന് നോക്കാം. ഇഫ് യു ആർ വർക്കിംഗ് ഔട്ട് യു ക്യാൻ ഷൂട്ട് അപ്പ് ദ ലെവൽ ഫ്രം 1 to 1.6 ടൈംസ് ബോഡി വെയിറ്റ്. ഒരു ആവറേജ് ഗായ് ആയതുകൊണ്ട് ഞാൻ 60 ഗ്രാം ആണ് എടുക്കുന്നത്. 1 ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് 4 ഗ്രാം കലോറിയാണ് കിട്ടുന്നത്. സോ 60 ഗ്രാം കഴിച്ചാൽ 60 × 4 240 കലോറി. ഇനി നമ്മുടെ ഡെഫിസിറ്റ് ഡയറ്റിൽ നിന്ന് 240 കുറക്കാം. 2300 minus 240. So 2060 calories. നെക്സ്റ്റ് നിങ്ങൾ കഴിക്കേണ്ട ഫാറ്റ് എത്രയാണെന്ന് നോക്കാം. ഡയറ്ററി റെക്കമെൻഡ് പ്രകാരം നിങ്ങൾക്ക് 20 to 35% ഓഫ് ഫാറ്റ് കഴിക്കാം. അതായത് അപ്രോക്സിമേറ്റ്ലി 44 to 77 grams. Let's take 60 grams. 1 ഗ്രാം ഫാറ്റിൽ 9 കലോറി. So 60 × 9 540. ഇത്രയും കലോറി നിങ്ങൾക്ക് കാർബ് വെച്ച് ഫില്ല് ചെയ്യാം. 1 ഗ്രാം കാർബിൽ 4 കലോറി. സോ 1520 ഡിവൈഡ് ബൈ 4 കലോറി. ഇത്രയും സെറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രാക്കിംഗ് യുവർ മാക്രോസ്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തത് MyFitnessPal ആപ്പ് ആണ്.
give the necessary details and blah blah stuffs. നെക്സ്റ്റ് നിങ്ങൾ ഗോൾസ് എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് രണ്ട് സെക്ഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട് വെയിറ്റ് ലോസ് സെറ്റ് ചെയ്തിരുന്നു. അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ. സോ ഈ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങളുടെ കലോറി ഡെഫിസിറ്റ് കലോറീസ് എൻ്റർ ചെയ്യുക. ഞാൻ എടുത്ത എക്സാമ്പിൾ 2300 ആണ്. അടുത്തത് മാക്രോ സെറ്റ് ചെയ്യുക. കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ്. ഏകദേശം ക്ലോസ് വാല്യൂ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഡെയിലി ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചിട്ടും ഈ 3 മാക്രോസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അതായത് 3 മാക്രോ ന്യൂട്രിയൻസും ഹിറ്റ് ആണ്, അതേപോലെ കലോറി ഡെഫിസിറ്റ് ഫുഡും ആയിരിക്കും. ഇതാണ് IIFYM, ഇഫ് ഇറ്റ് ഫിറ്റ്സ് യുവർ മാക്രോസ്. നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചും നിങ്ങളുടെ മാക്രോസ് ഫില്ല് ചെയ്യാം. എല്ലാവരും ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം റാഗി അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ കേർഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. ഇതിലൊക്കെ ഒരു 800 to 1000 കലോറി മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന 1500 കലോറി നിങ്ങൾ പട്ടിണി എടുക്കും. ഇങ്ങനെ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മസിൽ മാസ് ആൻഡ് ബോൺ ഡെൻസിറ്റി ആയിരിക്കും പോകുന്നത്. ഫസ്റ്റ് വീക്ക് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ 100 റെഡ്യൂസ് ചെയ്ത് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഗുഡ്, കണ്ടിന്യൂ. കുറച്ച് വീക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റാഗ്നന്റ് ആവും, അതായത് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവും. ആ ടൈമിൽ നിങ്ങളുടെ കലോറീസ് വീണ്ടും ഒരു 200 റെഡ്യൂസ് ചെയ്യുക. ഇതേ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ 4 months കൊണ്ട് 81 kg നിന്ന് 75 kg വരെ എത്തിയത്. Then I changed my diet and reached to 71 kg in 1 month. ഏകദേശം ഒരു 10 to 11% ബോഡി ഫാറ്റ്. ഓൾമോസ്റ്റ് 4 കിലോ ആണ് ഞാൻ ഒരു മാസം കൊണ്ട് കുറച്ചത്. ഡയറ്റ് ചേഞ്ച് ആക്കാനുള്ള റീസൺ ആൻഡ് ആ ഡയറ്റ് പ്ലാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഷുവർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. വേണ്ടത്ര പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ഫാറ്റിന് പകരം മസിൽ ആയിരിക്കും എനർജിക്കായി ഉപയോഗിക്കുന്നത്. സോ കലോറീസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡ്രോപ്പിംഗ് കാർബോഹൈഡ്രേറ്റ്, നോട്ട് പ്രോട്ടീൻ ഓർ ഫാറ്റ്. അതേപോലെ ഒരു കലോറി റെസ്ട്രിക്ഷൻ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മെയിൻ്റെനൻസ് കലോറിന്റെ 15 to 25% ഡ്രോപ്പ് ചെയ്തോളാം. അതേപോലെ BMR വാല്യൂ എത്താനും പാടില്ല, അതായത് നിങ്ങളുടെ ലോവർ ലിമിറ്റ്. നിങ്ങൾക്ക് എന്തും കഴിച്ച് ഡയറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. It's your choice whether you should have Snickers, Lay's and fill those macronutrients or eat a healthy food or fruit to get those macronutrients along with the micros. അതേപോലെ ഫൈബർ റിച്ച് ഫുഡും ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത് ഈറ്റിംഗ് ഫ്രീക്വൻസി. നമ്മളൊരു കലോറി റെസ്ട്രിക്ഷൻ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നേരം ഭക്ഷണം കഴിക്കാം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് 3 to 6 times a day മീൽസ് കഴിക്കാം. ഞാൻ ഡയറ്റിംഗ് ചെയ്യുമ്പോൾ കഴിച്ചത് 5 meals a day. 3 to 6 meals ഒരു ദിവസം കഴിക്കുന്നവർക്ക് ഇൻക്രീസ്ഡ് ഗ്ലൈസമിക് കൺട്രോൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതേപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് 2 meals a day നല്ലതാണെന്ന് കണ്ടെത്തി. വിച്ച് ഇൻക്ലൂഡ്സ് ലാർജ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലാർജ് ലഞ്ച്. ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ഡയബറ്റിക്, അതായത് കോമൺ ഷുഗർ. നെക്സ്റ്റ്, എക്സസൈസ്, എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്. നിങ്ങളൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സസൈസ് നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും നല്ലതേ തരും. ഒരു മോഡറേറ്റ് കലോറി റെസ്ട്രിക്ഷൻ ഉള്ള ഒരാൾ ഒരിക്കലും അവരുടെ ബോൺ ഡെൻസിറ്റി ഡ്രോപ്പ് ആവില്ല. അതിനും കൂടിയാൽ നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി ലൂസ് ആവും. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇൻക്രീസ് പ്രോട്ടീൻ ഇൻടേക്ക് ഇൻ യുവർ ഡയറ്റ്. അതേപോലെ വിറ്റാമിൻ D ആൻഡ് കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് ദ മെയിൻ തിങ്, എക്സസൈസ്. യോഗ, ജിം, എയറോബിക്, സൂംബ, ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ്, ഇതെല്ലാം നല്ലതാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. സ്പോട്ട് റിഡക്ഷൻ ഓഫ് ഫാറ്റ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഏത് എക്സസൈസ് ചെയ്താലാണ് അവരുടെ വയറ്റിലെ ഫാറ്റ് കുറയുന്നത്. അവരോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, there is no spot reduction of fat. നിങ്ങളൊരു പെർട്ടിക്കുലർ എക്സസൈസ് 100 തവണ ചെയ്താൽ ആ എക്സസൈസിൽ ഇൻവോൾവ് ചെയ്യുന്ന മസിൽസ് മാത്രമേ ഗ്രോ ചെയ്യൂ. ഒരിക്കലും അവിടുത്തെ ഫാറ്റ് റെഡ്യൂസ് ആവില്ല. നമ്മുടെ ശരീരത്തിൽ 2 രീതിയിലാണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ, മറ്റേ നമ്മുടെ ഓർഗൻസിന്റെ ഇടയിൽ. സ്കിന്നിന്റെ അടിയിലുള്ളത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അതേപോലെ ഓർഗൻസിന്റെ ഇടയിലുള്ളത് വിസറൽ ഫാറ്റ്. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആൻഡ് വിസറൽ ഫാറ്റ് കുറയ്ക്കാനുള്ള ദ ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഹിറ്റ് വർക്കൗട്ട് ആണ്, അതായത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ്. ഇതേ കാര്യമാണ് ഈ പേപ്പറിലും പറയുന്നത്. ഹിറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസും ഗ്രോ ചെയ്യും, അതേപോലെ ഫാറ്റും ബേൺ ആവുന്നതാണ്. നിങ്ങൾ യൂട്യൂബിൽ വയറ് കുറയാനുള്ള എക്സസൈസ് എന്തെന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് എക്സസൈസ് കാണും. ഇതൊന്നും ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഫാറ്റ് റെഡ്യൂസ് ആവില്ല. ഫാറ്റ് റെഡ്യൂസ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് ആണ്. നിങ്ങൾ എല്ലാവരും കേട്ടൊരു കാര്യമായിരിക്കും, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അതായിരിക്കും നിങ്ങൾ. 2012 ഒരു സ്റ്റഡി പേപ്പർ ആണിത്. ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കൊടുത്ത ടൈം അവരുടെ സ്കിൻ കളർ ചേഞ്ച് ആകുന്നതായിട്ട് കണ്ടു.
ഇതേ സ്റ്റഡിയിൽ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഫുഡിൽ നിന്ന് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എടുത്തു മാറ്റി. ഇവരിൽ സ്കിൻ കളർ, ഹെൽത്ത് ആൻഡ് അട്രാക്റ്റീവ്നെസ് കുറയുന്നതായിട്ട് കണ്ടെത്തി. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് ഇൻക്ലൂഡ് വെജിറ്റബിൾ ഓർ ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്. എല്ലാവരുടെയും ശരീരത്തിലുള്ള രണ്ട് കൊളസ്ട്രോൾ ആണ് LDL ആൻഡ് SDL. SDL ഗുഡ് കൊളസ്ട്രോൾ ആണ്, LDL ബാഡും. നമ്മുടെ ശരീരത്തിൽ LDL ആൻഡ് SDL ഒരു റേഷ്യോ ഉണ്ട്. LDLന്റെ എമൗണ്ട് കൂടുന്നതാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന ഡിസീസ്. അതുകൊണ്ട് 60 ഗ്രാം ഓഫ് ഫാറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ SDL കൂട്ടുന്ന ഫാറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫാറ്റ് 3 ടൈപ്പ് ഉണ്ട്: സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ട്രാൻസ് ഫാറ്റ്. ഇതിൽ സാച്ചുറേറ്റഡ് ആൻഡ് ട്രാൻസ് ഫാറ്റ് ആണ് മെയിൻ വില്ലന്മാർ. ഇവർ രണ്ടും നമ്മുടെ SDL കുറച്ച് LDLന്റെ എമൗണ്ട് കൂട്ടും. സോ കഴിയുന്നതും അത് എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക. കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവർ പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആസ്ക് വിത്ത് യുവർ ഡയറ്റീഷ്യൻ. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഓൾറെഡി അറിയാം അവർ ഏത് ഭക്ഷണം കഴിക്കേണ്ടത്. ബ്രീഫായി പറഞ്ഞാൽ ലോ ഇൻ ഗ്ലൈസമിക് ഇൻഡെക്സ് ആൻഡ് ഹൈ ഇൻ ഫൈബർ റിച്ച് ഫുഡാണ് നിങ്ങൾ കഴിക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഡയറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാടി കയറി ഈ ഡയറ്റ് പ്ലാൻ ട്രൈ ചെയ്യരുത്. ആദ്യം നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ 2-3 ദിവസം ഫുഡ് കഴിക്കുക. അതിനുശേഷം മാത്രമേ ഈ ഡയറ്റ് പ്ലാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവൂ. ഇതിന്റെ റീസൺ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷുവർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ലിങ്ക്, ആപ്പ് ആൻഡ് സ്റ്റഡി ആർട്ടിക്കിൾസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ എന്റെ കറന്റ് ഡയറ്റ് പ്ലാൻ ആൻഡ് റീസൺ ഫോർ ദാറ്റ് ഞാൻ പറയുന്നതാണ്. അതോടൊപ്പം ഡയറ്റ് ചെയ്യുമ്പോൾ ഷുഗർ കഴിക്കാവോ ഇല്ലേ എന്ന ടോപ്പിക് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ ഗൈസ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലീവ് ഇറ്റ് എ ലൈക്ക്, subscribe to my channel and share with your friends. Stay healthy.